എന്താണ് ആർട്ടിക്കിൾ 74? ആർട്ടിക്കിൾ 74 പറയുന്ന അനുസരിച്ച് പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം. ആൻഡ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇതായിരുന്നു ആർട്ടിക്കിൾ 74. എന്നാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇങ്ങനെ കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണോ? അതായത് പ്രസിഡന്റ് മസ്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യണോ? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ഒരു കണ്ടീഷൻ ഇല്ലായിരുന്നു. എന്നാൽ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976 എന്ത് ചെയ്തു? ഇങ്ങനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് എഴുതി ചേർത്തു. എന്നാൽ പിന്നീട് വന്ന 44th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1978 പ്രസിഡന്റിന് വേണമെങ്കിൽ ഈ ഒരു അഡ്വൈസ് ഒരു തവണ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റീകൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് ചേർത്തു. ആൻഡ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മാക്സിമം സ്ട്രെങ്ത് എത്രയാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 15% താഴെ ആയിരിക്കണം. അതായത് മാക്സിമം 81 മിനിസ്റ്റേഴ്സ് മാത്രമേ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഈ ഒരു ലിമിറ്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സ്ട്രെങ്തിലുള്ള ഈ ഒരു ലിമിറ്റ് എഴുതി ചേർക്കുന്നത് 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2003 പ്രകാരമാണ്. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പൊളിറ്റിയിലെ ഫാക്ട്സ് പഠിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ പൊളിറ്റി ഒരിക്കലും മറക്കില്ല. ഇങ്ങനെയുള്ള ട്രിക്സ് യൂസ് ചെയ്ത് ഇന്ത്യൻ പൊളിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിവൈസ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഈ വരുന്ന നവംബർ 8, 9 തീയതികളിൽ രാത്രി 7 മണിക്ക് ഒരു ലൈവ് യൂട്യൂബ് സെഷനുമായിട്ട് ഞാൻ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ.